ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പൊരി കൊണ്ട് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കാം. അതൊരുവിധം നന്നായിട്ട് വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊണ്ട് ചേർത്തിട്ടില്ല, ബാക്കി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ശർക്കരപ്പാനിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് കുറുകി ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അധികം ലൂസായിരിക്കുന്ന ശർക്കരപ്പാനിയിലാണ് നമ്മൾ പൊരി ചേർത്ത് ഇളക്കുന്നതെങ്കിൽ അത് നമുക്ക് ഉണ്ടയാക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടില്ല, പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ പൊരി കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊരി ആദ്യം വേറെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് പൊരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1 കപ്പ് പൊരിയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ 2 തവണയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പകുതി ചേർത്തിട്ടുണ്ട്. ഇളക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നു എന്ന് മാത്രം. ഒരുമിച്ച് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 2ആയിട്ടാണ് ചേർത്തത്. ഇപ്പോൾ മുഴുവനും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അതിലേക്ക് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ വറക്കാതെ ചേർത്താലും പൊരി കണ്ടില്ലേ, അത് ചുരുങ്ങിയിട്ടൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കത് ബോളാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് ഇപ്പോൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരുപാട് ചൂടാറാൻ നിൽക്കരുത്. ആ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്ക് ബോളാക്കി എടുക്കണം. അല്ലെങ്കിൽ അത് ബോൾ നമുക്ക് പിന്നെ ചെയ്യാനായിട്ട് വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനത് നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ചൂടോടുകൂടി തന്നെ ചെറിയ ബോളുകളാക്കി എടുക്കുകയാണ്. നെയ്യൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് കയ്യിൽ ചെറുതായിട്ട് ആ നെയ്യൊന്ന് തടയിട്ട് ബോളാക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറും കൂടി ആ ബോളിന് ഉണ്ടാവും. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ വെറുതെ കൈ കഴുകിയിട്ട് ബോളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, നല്ല വൃത്തിയായിട്ട് നല്ല സൂപ്പറായിട്ട് ബോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊരിയൊന്നും ഒട്ടും ചുരുങ്ങിയൊന്നും പോയിട്ടില്ല, നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂടെ വേണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.